Hello everyone, welcome to the session. In this session, we are going to discuss about equations of motion. That is the second chapter of class 9 physics. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചലന സമവാക്യങ്ങൾ എന്ന് നമ്മുടെ മലയാളം മീഡിയം സ്റ്റുഡൻസ് പഠിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മോഷന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷറബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ മാസ് എന്ന് പറയുന്നത്. അത് മെഷറബിൾ ആണ്. അപ്പോൾ അത് മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതേപോലെ വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി നമ്മൾ കമ്മിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ജനറലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദർ ഇസ് നോ ഡയറക്ഷൻ ടു സ്കേലാർ. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ മാസ് തന്നെ എടുക്കാം. മാസ് ഇപ്പോൾ ഒരാൾ 70 കിലോഗ്രാം, നമ്മൾ ഒരിക്കലും 70 കിലോഗ്രാം വലത്തോട്ടോ ഇടത്തോട്ടോ എന്നൊന്നും പറയില്ലല്ലോ. ദർ ഇസ് നോ മീനിങ് ടു ദാറ്റ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താടാ? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് ഓൾസോ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഫോഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും പ്ലസ് ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് വേണം ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എഴുതാം. ഈ ഡെഫിനിഷൻ പഠിക്കുന്നതല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 4 ഇലക്ട്രിക് പോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പികളുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ഇലക്ട്രിക് കമ്പികൾ. ഓക്കെ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓരോ തമ്മിലുള്ള സെപ്പറേഷൻ 40 മീറ്റർ ആണ്. ഒരു കുട്ടി ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നടക്കാൻ തുടങ്ങാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പോൾ ABCD are 4 electric poles erected on the side of road. Distance between any two poles is 40 meter. 40 meter ആണ് ഡിഫറൻസ്. ഓക്കെ, എ ചൈൽഡ് വാക്സ് ഫ്രം ബി. ഒരാൾ ഇവിടെ ബി എന്നത് നടക്കാൻ ഒരു കുട്ടി. പാസസ് സി ആൻഡ് റീച്ചസ് ഡി. ഓക്കെ, സിയിലെത്തി. ആദ്യം ബി എന്ന് എവിടത്തേക്കാ പോയത്? ബി എന്ന് സിയിലേക്ക് പോയി, എന്നിട്ട് ഡിയിലെത്തി, എന്നിട്ട് എന്ത് ചെയ്തു? സിന്ന് പിന്നെയും തിരിച്ച് ഡിന്ന് പിന്നെയും തിരിച്ച് സിയിലേക്ക് തന്നെ എത്തി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന ചോദ്യം. ആദ്യം എന്ത് ചെയ്തു? ബി ടു സി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 40 മീറ്റർ അല്ലെ? 40 മീറ്റർ ട്രാവൽ ചെയ്തു. പ്ലസ് സി ടു ഡി എത്ര ട്രാവൽ ചെയ്തു? പിന്നെയും 40 മീറ്റർ. ഓക്കെ, 40 മീറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ബിന്ന് സിയിലേക്ക് പോയി, സിന്ന് ഡിയിലേക്ക് പോയി, പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഡിന്ന് റിട്ടേൺ ചെയ്ത് സി തന്നെ എത്തി. അപ്പോൾ ഒരു 40 മീറ്റർ കൂടെ. അപ്പൊ ടോട്ടൽ എത്രയായി? 120 മീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ അത് കിട്ടി. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറണ്ട് പൊസിഷൻ സി? ഇപ്പൊ ഇരിക്കുന്ന സിയും ഇനീഷ്യൽ പൊസിഷൻ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഇനീഷ്യൽ പൊസിഷൻ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് ഈ സെപ്പറേഷൻ അല്ലടാ. അപ്പൊ എത്രയാണ്? 40 മീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറണ്ട് പൊസിഷൻ സി ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ബി? ഇനീഷ്യൽ പൊസിഷൻ ബി ആണ്, ഫൈനൽ പൊസിഷൻ സി ആണ്. അപ്പൊ അത് തമ്മിലുള്ള സെപ്പറേഷൻ എന്താ? 40 മീറ്റർ. കാരണം അത് രണ്ട് ഇലക്ട്രിക് കമ്പികളുടെ ഇടയിലുള്ള സെപ്പറേഷൻ ആണല്ലോ. അതെന്താണ്? 40 മീറ്റർ. അതും കഴിഞ്ഞു. ഇനി എന്താണ്? ഇഫ് ദി ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഫ്രം ബി, വാട്ട് ആർ ദി പോസിബിൾ പൊസിഷൻസ് ഓഫ് ദി ചൈൽഡ്? 40 മീറ്റർ ബിയിൽ നിന്ന് സഞ്ചരിക്കുകയാണ്. അപ്പൊ ഒന്നിന്റെ ബിയിൽ നിന്ന് നേരെ സിയിലേക്ക് പോകാം, അല്ലെങ്കിൽ എയിലേക്ക് പോകാം. അപ്പൊ പോസിബിൾ പൊസിഷൻസ് എന്താ? എ ഓർ സി. അപ്പോൾ ഈ ബിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു കൺവെൻഷൻ ആയിട്ട് ഇത് ഒറിജിൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് +40 മീറ്റർ എന്ന് ബിന്ന് സിയിലേക്ക് എത്തിയതിനെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ബിന്ന് എയിലേക്ക് എത്തിയതിനെ നമുക്ക് വേണേൽ -40 മീറ്റർ എന്ന് വേണേൽ എടുക്കാം. അപ്പൊ ഇതേതാ പോയിന്റ്? ഇത് സി,
ആൻഡ് ദിസ് ഇസ് എ. അതൊരു ഐഡിയ ആണ്, നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതായത് നമ്മുടെ ബി ആണ് ഒറിജിൻ വിചാരിക്കും. ബി ആണ് എന്ത് 0. ഓക്കെ, അപ്പൊ 40 മീറ്റർ റൈറ്റിലേക്ക് പോകണം പ്ലസ് ആണല്ലോ. അപ്പൊ ഇവിടെ 40 മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് സിയിലെത്താം. ദാറ്റ് ഈസ് 40 മീറ്റർ. ഇനി 0 ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരാണ് എന്താണ് -40 മീറ്റർ ആയിരിക്കും. ഓക്കെ, അത് ഡിസ്റ്റൻസ് അല്ല, അത് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് അത് അടുത്തൊരു ക്വാണ്ടിറ്റി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി? ഏത് ഡയറക്ഷനിലാണ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ട്രാവൽ ചെയ്യേണ്ടത്? ഏത് ഡയറക്ഷനിൽ? അവിടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് ഈസ്റ്റ് അല്ലെ, ഇവിടുന്ന് ഈസ്റ്റ് ഇങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്. അപ്പൊ എന്താ ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ അതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ ഇത്രയാണ് ഡിസ്റ്റൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. നമുക്ക് നോക്കാം, കൂടുതൽ നോക്കാം. ഓക്കെ, the distance between initial position B of the child and current position C is the measure of change of position of the child. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാളിങ്ങനെ ബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് സിയിലെത്തി, സിയിൽ നിന്ന് പിന്നെ ഡിയിലെത്തി, ഡിയിൽ നിന്ന് പിന്നെ സിയിലേക്ക് എത്തി. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ, അതായത് നടക്കാൻ തുടങ്ങിയ പോയിന്റും എൻഡിങ് ആയിട്ടുള്ള പോയിന്റും അതാണ് ഫൈനൽ പൊസിഷൻ. അത് തമ്മിലുള്ള സെപ്പറേഷൻ, അതിനാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Displacement is the straight line distance between initial position and final position in a definite direction. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ദിസ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കാരണം ഇതിനുണ്ട് എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ വേണമെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സാധാരണ വേണമെങ്കിൽ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഡയറക്ഷൻ സ്പെസിഫൈഡ് വിത്ത് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇസ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഓർ സ്കേലാർ? എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ലെറ്റ്സ് കൺസിഡർ അനദർ സിറ്റുവേഷൻ. വേറെ സിറ്റുവേഷൻ നോക്കുകയാണ്. ഓക്കെ, ഇഫ് ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഇൻ ദി വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ഫ്രം ബി, കറന്റ് പൊസിഷൻ എന്തായിരിക്കും? അതായത് ബിയിൽ നിന്ന് 40 മീറ്റർ വെസ്റ്റ്. ഇപ്പോൾ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇങ്ങോട്ടല്ലേ? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ വെസ്റ്റ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, എ ആയിരിക്കും. If the displacement from the B in the forward direction is considered as positive, displacement in the backward direction is negative. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ബിയിൽ നിന്ന് ഈ 0 നമ്മൾ ഒറിജിൻ അസ്യൂം ചെയ്യുന്നത് ബിയിലാണ്. ബി ആണെങ്കിൽ റൈറ്റ് സൈഡ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ലെഫ്റ്റ് സൈഡ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൺവെൻഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാന്ന് അവിടെ പറയുന്നത്. ദിസ് ക്യാൻ ഓൾസോ ബി ഇൻ റിവേഴ്സ് ഓർഡർ. അതിൽ വലിയ മീനിങ് ഇല്ല. നമ്മളാണ് കൺവെൻഷൻ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒറിജിൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിൽ പോസിറ്റീവും ലെഫ്റ്റിൽ എന്ത് ചെയ്യും? നമ്മൾ നെഗറ്റീവ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്തിട്ട് ബിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് എയിലേക്ക് എത്തി, ബാക്കോട്ടേക്കാണ് നടക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അതായത് ബിന്ന് ട്രാവൽ ചെയ്തു, സിയിലെത്തി, സിയിൽ നിന്ന് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എയിലേക്ക് പോകാലോ. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ലെഫ്റ്റ് വേർഡ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ -40 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്, നമുക്കൊന്ന് നോക്കാം. സ്റ്റേജ് ഓഫ് പാത്ത് കവേർഡ് ബൈ ദി ചൈൽഡ് ഡയറക്ട്ലി ഫ്രം ബി ടു സി. ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എറേസ് ചെയ്യാം. ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും പോസിറ്റീവാണ്, ഡിസ്പ്ലേസ്മെന്റും പോസിറ്റീവാണ്. കാരണം നമ്മൾ ബിനെയാണ് നമ്മൾ ഒറിജിനായിട്ട് അസ്യൂം ചെയ്തത്. അപ്പൊ റൈറ്റ് സൈഡിലല്ലേ വരുന്നത് 40 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ വരുന്നത്? +40 മീറ്റർ ആണ് കേട്ടോ. +40 മീറ്റർ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ബി ടു സി എന്ന് വേണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്സ് ഫ്രം ബി, റീച്ചസ് ഡി ആൻഡ് റിട്ടേൺസ് ടു സി. ഓക്കെ, സ്റ്റാർട്ട്സ് ഫ്രം ബി, പിന്നെന്താ പറയുന്നത്? റീച്ചസ് ഡി, ഡിയിലെത്തി, ദെൻ സിയിലേക്ക് എത്തി. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴും ഇനീഷ്യൽ പൊസിഷൻ ഇപ്പോൾ ബി ആണ്, ഫൈനൽ പൊസിഷൻ സി ആണ്. അപ്പോൾ എന്തായാലും സെപ്പറേഷൻ എന്താ? ഡിസ്റ്റൻസ് ഇവിടെ 40 മീറ്റർ തന്നെയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് 40 മീറ്റർ അല്ല, സോറി, എന്താണ്? ബിയിൽ നിന്ന് ഡിയിലേക്ക് പോയി എന്നിട്ട് സിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്ക് എത്ര ഉണ്ട്? ബിയിൽ നിന്ന് ഡിയിലേക്ക് പോവാണെങ്കിൽ 80 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ പിന്നെ ഒരു 40 ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്താ? 120 മീറ്റർ ആണ് അല്ലെ? 120 മീറ്റർ ആണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി എന്താ? ഫ്രം ബി ടു എ അല്ലെ? ബിയിൽ നിന്ന് എയിലേക്ക് പോവാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് 40 മീറ്റർ തന്നെയാണ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇവിടെ
എന്തില്ല, സൈനിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അത് 40 മീറ്റർ. സ്റ്റാർട്ട്സ് ഫ്രം ബി, റീച്ചസ് എ, റിട്ടേൺസ് ടു ബി. ഓക്കെ, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് നടന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് നടന്നു എന്നിട്ട് എന്ത് ചെയ്തു, തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എത്തി. അങ്ങനെയാണെങ്കിൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദ്യം. ഡിസ്പ്ലേസ്മെന്റ് എന്താ, 0 ആ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ പൊസിഷൻ ആണല്ലോ. അപ്പൊ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് നോക്കിക്കോടാ, എന്ത് ചെയ്തു, ബിയിൽ നിന്ന് എയിലെത്തി, ബിയിൽ നിന്ന് എയിലെത്തി, അപ്പൊ 40 മീറ്റർ. തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ നടന്നില്ലേ, അപ്പൊ 2 പ്രാവശ്യം 40 മീറ്റർ, അപ്പൊ എത്ര, 80 മീറ്റർ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്താ, ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ, ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് നമ്മൾ പറയാം, ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഡിസ്റ്റൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താ, പ്രോപ്പർട്ടി എന്താ, ഇറ്റ് വിൽ നെവർ ബി നെഗറ്റീവ്, ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ, യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, യൂണിറ്റ് മീറ്റർ ആണ്, SI യൂണിറ്റ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്താ, ചേഞ്ച് ഇൻ പൊസിഷൻ ബിറ്റ്വീൻ, ചേഞ്ച് ഇൻ പൊസിഷൻ ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. യൂണിറ്റ് എന്താ, യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ഓക്കെ, യൂണിറ്റ് മീറ്റർ തന്നെയാണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്താ, ദിസ് ഇസ് എ സ്കേലാർ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്താ, ദിസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.